നമസ്കാരം. പുത്തൂർ ന്യൂസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണമാണ് വരുന്നത്. പുത്തൂർ ടൗണിൽ തിരക്കും കൂടും. ഇത്തരത്തിലുണ്ടാവുന്ന തിരക്ക് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ട്രാഫിക് പുനഃക്രമീകരണ ആലോചനാ യോഗം കൂടുകയുണ്ടായി. പുത്തൂർ പോലീസ് സ്റ്റേഷൻ ISHO ശ്രീ ബാബുക്കുറുപ്പ് അധ്യക്ഷനായ യോഗത്തിൽ നെടുവത്തൂർ, പൗത്രേശ്വരം, കുളക്കട പഞ്ചായത്ത് പ്രതിനിധികൾ, വ്യാപാരികൾ, ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണം പ്രമാണിച്ച് പുത്തൂർ ടൗണിലെ ഗതാഗതം തടസ്സമില്ലാതെ പോകുന്നതിനായി പലതരം ക്രമീകരണങ്ങൾ നിലവിൽ വരുത്താൻ തീരുമാനിച്ചു. വലിയ വാഹനങ്ങൾക്കും ടൂ വീലറുകൾക്കും പ്രത്യേകം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കും. കയറ്റിറക്ക് വാഹനങ്ങളുടെ സമയവും പുനഃക്രമീകരിക്കും. ആലക്കൽ ജംഗ്ഷൻ മുതൽ ബഥനി ജംഗ്ഷൻ വരെ വഴിയോര കച്ചവടം നിയന്ത്രിക്കും. തിരക്ക് കൂടുന്ന ഓണക്കാലത്ത് ട്രാഫിക് സുഗമമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ആലക്കൽ ജംഗ്ഷൻ മുതൽ ബഥനി ജംഗ്ഷൻ വരെയുള്ള സ്ഥലത്തെ ട്രാഫിക് ക്രമീകരണങ്ങളെ പറ്റിയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. സെപ്റ്റംബർ മാസം 5-ാം തീയതി മുതൽ 20-ാം തീയതി വരെ പുത്തൂർ ടൗണിൽ സുഗമമായി ട്രാഫിക് നടക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ചെയ്തു. ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് ഞാൻ കുറേ നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശങ്ങൾ കൂടിയ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾക്ക് തീരുമാനമായി. അതായത് പ്രൈവറ്റ് ബസ് സ്റ്റോപ്പുകൾ 4 നിശ്ചയിച്ചിട്ടുണ്ട്. കൃത്യസ്ഥലത്ത് തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പുകൾ ഇതിൻ്റെ ഭാഗമായി നിർത്താമെന്ന് തീരുമാനിച്ചു. അടുത്തതെന്ന് വെച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. പാർക്കിംഗ് ഗ്രൗണ്ട് 4 സ്ഥലങ്ങൾ പ്രധാനമായും കണ്ടെത്തി. അത് ചെല്ലം തിയേറ്ററിൻ്റെ ഗ്രൗണ്ട്, കുമ്പഴ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ട്, വലിയ പള്ളിയുടെ ഗ്രൗണ്ട്, ചേരിയിൽ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ട്, ഈ 4 കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ ഒരു 4 ഗ്രൗണ്ട് കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ടൗണിൽ കച്ചവട ആവശ്യത്തിനായിട്ട് വരുന്നവർക്കും സാധനം വാങ്ങാൻ വരുന്നവർക്കും ഒക്കെ ആയിട്ട് ഈ ഗ്രൗണ്ടുകൾ ഉപയോഗിക്കാൻ പൊതുധാരണയായിട്ടുണ്ട്. അതുപോലെ വലിയ വാഹനങ്ങളുടെ ഡൈവേർഷൻ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ബഥനി ജംഗ്ഷനിൽ നിന്ന് പാങ്ങോട് വഴി ഡൈവേർട്ട് ചെയ്ത് കൊട്ടാരയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമുണ്ടായി. ഇനി മുതൽ എല്ലാ 3 മാസം കൂടിയിരിക്കുമ്പോഴും ട്രാഫിക് കമ്മിറ്റി കൂടാമെന്ന് ധാരണയായി. അതുപോലെ വഴിയോര കച്ചവടക്കാർ പല സമയങ്ങളിലും ഈ ട്രാഫിക്കിന് വിഘ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആയതിനാൽ അവരെ ക്രമീകരിച്ചിട്ടുണ്ട് വഴിയോര കച്ചവടം. ആലക്കൽ ജംഗ്ഷന് പടിഞ്ഞാറ് വശവും ബഥനി ജംഗ്ഷന് കിഴക്ക് വശവും മാത്രമേ വഴിയോര കച്ചവടം അനുവദിക്കാൻ പറ്റൂ. സാധനങ്ങൾ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഉള്ള സമയത്തിന് ചെറിയ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 8:30 മണിക്ക് മുമ്പും സാധനങ്ങൾ ഇറക്കാം. വണ്ടി വരുന്നതിനും ലോഡ് വരുന്നതിനും കുഴപ്പമില്ല. അതിനുശേഷം പീക്ക് അവേഴ്സിൽ അത് അനുവദിക്കുന്നില്ല. പീക്ക് അവേഴ്സിന് ശേഷം 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ വീണ്ടും അവർക്ക് സാധനങ്ങൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനും ഉള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് വൈകുന്നേരത്തെ പീക്ക് അവേഴ്സ് 7:30 മണി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ സാധനങ്ങൾ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഉള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ട്രാഫിക് വാർഡൻ്റെയും പോലീസിൻ്റെയും കൂട്ടായ സഹകരണത്തോടെ നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ഓട്ടോക്കാരുടെയും ചുമട്ടുതൊഴിലാളികളുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും സഹായത്തോടുകൂടി വളരെ കാര്യക്ഷമമായി ഈ ഓണം മറ്റ് തടസ്സങ്ങളില്ലാതെ സുഗമമായി നടത്തുന്നതിന് എല്ലാവരും സഹകരിക്കാം. എല്ലാ വർഷവും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിക്കാറുണ്ട്. ഈ വർഷം ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അതിനിടയിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. അതായത് നമ്മുടെ വയനാട് വിഷയമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ കുറേ ജീവൻ അവിടെ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷമുള്ള കഷ്ടപ്പാടുകൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്നാലും ചെറിയ രീതിയിൽ ഓണം വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്നതായതുകൊണ്ട് ചെറിയ കൺട്രോൾ വരുത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.